ഹലോ, അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ. പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഹോം ടൂർ വിടാമോ എന്നൊക്കെ. പക്ഷേ നമ്മുടെ ഹോം ടൂർ വിടണം എന്നൊക്കെ വിചാരിക്കും. അത്രയൊന്നുമില്ല, ചെറിയൊരു വീടാണ്. പക്ഷേ എങ്കിലും അതിന് മുമ്പായിട്ട് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. സാധാരണ നമ്മളെ വീട്ടിൽ നനച്ചുള്ളിപ്പണി നോമ്പിൻ്റെ സമയത്തൊക്കെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ മഴയൊക്കെ കുറച്ചൊന്നും വിട്ട് നിന്നപ്പോഴേ നമ്മളെ തറയിലൊക്കെ ഒരുപാട് ചളി തെറിച്ചിട്ട് ആകെ മണ്ണും ഇതൊക്കെ ആയിട്ട് ഒരു വൃത്തിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് കുറച്ച് മഴ ഒഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കണ്ടില്ലേ, നമ്മൾ തറൻ്റെ അവിടെയൊക്കെ മണ്ണൊക്കെ മഴയൊക്കെ പെയ്ത് മണ്ണൊക്കെ തെറിച്ച് ആകപ്പാടെ ഇവിടെ എന്നല്ല, ഈ ഭാഗത്ത് അത്ര ഇല്ല. ഈ ഭാഗത്ത് കുറച്ചൊരു പോർച്ചിൻ്റെ ഭാഗം ഉണ്ടായതുകൊണ്ട്, അതുപോലെ നമ്മളെ മാർബിളിൻ്റെ ആ സൈഡിൽ ഇത് കണ്ടില്ലേ, ഈ ഇവിടെയൊക്കെ ശരിക്കും ചളി നല്ലോണം പിടിച്ച് നിൽക്കണ്ടില്ല നിങ്ങൾ, എന്ത് ഭംഗിയിലുള്ള തറയിരുന്നത് എന്നോ. ഇപ്പോൾ അത് ആകപ്പാടെ കണ്ടില്ല, അതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് ചളിയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കണം. ചെടികളിൽ നിറച്ച് മണ്ണ്, കാരണം മുറ്റത്ത് ഇൻ്റർലോക്കും ഇല്ല, ബേബി മെറ്റലൊന്നുമില്ല, വെറും തനി മണ്ണാണ്. അപ്പോൾ മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് മണ്ണ് തെറിക്കുമല്ലോ, അത് ഉറപ്പാണല്ലോ. പിന്നെ ഷീറ്റ് മുന്നിൽ ഇട്ടിട്ടുമില്ല, ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീടിൻ്റെ ഹോം ടൂറൊക്കെ കാണുമ്പോൾ ഒരു രസമുണ്ടല്ലോ. അപ്പോൾ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവം എനിക്ക് ഉപ്പ തന്നിരുന്നു. ആ ഒരു സംഭവം കൂടി കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ഇതിപ്പോൾ ഉരച്ച് കഴുകിയാലൊക്കെ മതി, ഓക്കെ. പക്ഷേ അതിനേക്കാളും സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു സംഭവം വെച്ചിട്ട് ചെയ്യണൊരു സംഭവം എല്ലാവർക്കും അറിയാമല്ലോ. അതിങ്ങനെ ഒരു മെഷീൻ ഉണ്ടല്ലോ, ഈ ക്ലീനിങ് മെഷീൻ. ഇതെന്ത് നമുക്ക് കഴുകാം, പ്രത്യേകിച്ച് നനച്ച കുളിപ്പണിക്കൊക്കെ വീടൊക്കെ ക്ലീൻ ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഇത് കഴിയിട്ട പരിപാടി. 3 ഓപ്ഷനാണ് ഇതിലുള്ളത്. അപ്പോൾ അത് ഞാൻ അപ്പോൾ ഇതിങ്ങനെ പിടിച്ച് നമുക്ക് ആർക്കും ക്ലീൻ ചെയ്യാം കേട്ടോ, കുട്ടികൾക്ക് വരെ ക്ലീൻ ചെയ്യാം. ഇതിപ്പോൾ ഒരു ഓപ്ഷനാണ് കേട്ടോ. ഇതിൽ 3 ഓപ്ഷൻ വരെ ഉണ്ട്. നല്ല ശക്തമായുള്ള ചളിയൊക്കെ പെട്ടെന്ന് നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് നമ്മളെ ചെടീൻ്റെ ഇലയൊക്കെ നമുക്ക് ഈ ഒരു ശക്തമായതായിട്ടാകുമ്പോൾ ചെടീൻ്റെ ഇല കീറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു തറകളിലൊക്കെ പറ്റി പിടിച്ചിക്കണേ ഇതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാം കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ചളി അത്രയും പറ്റി പിടിച്ച ഈ തറയും ഇവിടെയൊക്കെ ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്ത് നല്ല ക്ലിയറായി വരികയാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല നല്ല അടിപൊളി. ഉരച്ച് കഴുകി നമ്മൾ ഒരുപാട് കൈ കഴുകിയൊക്കെ കൈ തടയുമല്ലോ. പക്ഷേ ഇതാകുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ പിടിച്ചു കൊടുത്താൽ തന്നെ ഒക്കെ ക്ലിയറായി വരും. അപ്പോൾ നമ്മുടെ തറയൊക്കെ ഒരു ഭാഗം നല്ല ക്ലിയറായി വന്നിട്ടുണ്ട്. ഇനി മറ്റു ഭാഗം കൂടി ഇതാ ഇങ്ങനെ ആക്കുന്നത്. അപ്പോൾ ചെടിച്ചട്ടിമേലൊക്കെ മണ്ണ് നല്ലോണം പറ്റി പിടിച്ച് അതൊക്കെ ജസ്റ്റ് ഇതുകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോഴൊക്കെ നല്ല ക്ലിയറായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേ ആയി. പക്ഷേ ഞാൻ വണ്ടി കഴുകാനൊക്കെ ഹസ്ബൻഡൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ വീടിൻ്റെ തറ കഴുകാനും സ്റ്റെപ്പ് കഴുകാനൊന്നും ഇതുവരെ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അതൊന്നും എടുത്ത് കഴുകി വെക്കുക പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഇതിൽ 2-3 ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തറക്ക് നല്ല ശക്തമായത് നമ്മുടെ ശരീരത്തിൽ ആക്കുമ്പോൾ നല്ല വേദന കേട്ടോ. നേരിട്ട് ഒരിക്കലും നമ്മൾ അടിക്കാൻ പാടില്ല ഈ ഒരു കോഴ്സിൽ, കാരണം ഇത് ശക്തമായതാണ്. ഏത് ചളിയും ഇതും നല്ല ക്ലിയറായി വരും. പിന്നെ ചെടിൻ്റെ ഇലകളൊക്കെ ഒന്ന് സിമ്പിളായിട്ടൊന്ന് കഴുകണം എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ വണ്ടിൻ്റെ ഉള്ളത്തൊക്കെ ഏത് ചളിയും ഈ ഇവിടെ വണ്ടി കഴുകാൻ സർവീസിന് കൊടുക്കുമ്പോഴൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇത് നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ്. വണ്ടി കഴുകുക, കാറ് കഴുകുക, ബൈക്ക് കഴുകുക, സൈക്കിൾ കഴുകുക, സ്റ്റെപ്പ് കഴുകുക, ചെരുപ്പ് കഴുകുക, നമ്മളെ തറ, വീടിൻ്റെ ഉൾഭാഗം. എൻ്റെ വീട്ടിലൊക്കെ നനച്ചുള്ളിപ്പണിൻ്റെ സമയത്ത് എൻ്റെ ഉപ്പ എന്താട്ടോ സാധനങ്ങളൊക്കെ ഒഴിച്ചാണ്ട് വെക്കും. വലിയ റൂമത്തൊക്കെ ഒഴിച്ചാണ്ട് വെച്ചിട്ട് ഇതാണ്ട് ചുമരുമരും നിലത്തൊക്കെ ഫുള്ളായിട്ട് ഇതാണ്ട് അടിച്ച് വൃത്തി. കണ്ടില്ലേ, നമ്മളെ നേരത്തെ കഴുകിയ വാങ്ങണ്ട് നല്ല ക്ലിയർ ആയില്ലേ. അപ്പോൾ മാർബിളൊക്കെ മഴ കൊണ്ട് പറ്റതയക്കണം കേട്ടോ, ഒരു കളർ അയക്കണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ക്ലിയറായി. അപ്പോൾ ഇതാണ് ഈ സംഭവം. ഒരു തോക്ക് പോലെ തോന്നി, തീരെ വെയിറ്റ് ഒന്നുമില്ല കേട്ടോ, ആർക്കും പിടിക്കുക. ഇതെനിക്ക് സംഭവം കിട്ടി വെച്ചാൽ ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഇതിങ്ങനെ കോയമ്പത്തൂരിൽ നിന്ന് ആളുകൾക്ക് ആവശ്യക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. ഇതിപ്പോൾ അതാ നല്ല തീരെ കനല്ലാത്തൊരു സംഭവം. നമ്മൾ കൈ കടയൊന്നുമില്ല കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. പിന്നെ ഓപ്ഷന് മാറ്റാനുള്ളത് ആ ഫ്രണ്ട് ഭാഗത്തുള്ള അതന്നെ, അതങ്ങ് തിരിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ വരും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഓണാക്കിയിട്ടൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ക്യാമറയുണ്ട്, കയ്യിൽ ഇതുമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ശക്തമായി വരും വിചാരിച്ചിട്ട് ഇപ്പോൾ ഞാൻ അത് ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതിന് നമ്മളവിടെ
റബ്ബർ പാൽ കൊണ്ടാകാൻ ആൾ വന്നിക്കണം കേട്ടോ. റബ്ബർ പാൽ കൊണ്ടാകാൻ ഇത് റബ്ബർ പാൽ കൊണ്ടാന്ന് വെച്ചാൽ ഇവിടുത്തെ റബ്ബർ തോട്ടത്തിൽ നിന്ന് പാലെടുത്തിട്ട് ഈ ഒരു ഇതിൽ പാത്രത്തിൽ ഒഴിച്ച് വെക്കും. നിറയുമ്പോൾ ഒരു വണ്ടിക്കാർ വന്ന് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഇത് 2-3 കൊച്ചി നമ്മളുടെ ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ വേറെ 3 ഇതുപോലത്തെ ബോട്ടിലുകൾ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് പഴയത് ഇപ്പോൾ നമുക്കുള്ള ബോട്ടിൽ പുതിയ ബോട്ടിൽ കൊണ്ടുവന്ന് വെക്കും കേട്ടോ, 3 എണ്ണം. ഓക്കെ, ഇനിയിപ്പോൾ 3 എണ്ണം തിരിച്ച് ഇപ്പോൾ നിറഞ്ഞതൊക്കെ കൊണ്ടുപോകാം കേട്ടോ. ആദ്യമൊക്കെ ഇവിടെ ഷീറ്റ് അടിക്കലേന് പതിവ്. അപ്പോൾ എന്തൊക്കെ തന്നെ നമ്മൾ പണി തുടങ്ങുക. അപ്പോൾ ബൈക്ക് ഹസ്ബൻഡ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ശരിക്കും 3 ഓപ്ഷനോ 4 ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞാണ് 3 എന്നുള്ളത്. അപ്പോൾ കണ്ടില്ല, ഏതൊരു പറ്റി പിടിച്ച് നിൽക്കുന്ന മണ്ണും ഇതൊക്കെ കണ്ട് പെട്ടെന്ന് ക്ലിയറായി നല്ല അടിപൊളി വണ്ടിയായി മാറുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ മാറ്റൊക്കെ നമുക്ക് വരച്ചിങ്ങനെ കഴുകണമല്ലോ. അപ്പോൾ ശക്തമായൊരു സംഭവം കൊണ്ട് ചെയ്യുമ്പോൾ എല്ലാം പെട്ടെന്ന് ക്ലിയർ ആകും കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ ഇൻ്റർലോക്ക് കഴുകാനും ഇപ്പോൾ വണ്ടി കഴുകാനും മുറ്റം കഴുകണം. മുറ്റത്തേക്ക് ഇൻ്റർലോക്ക് ഇട്ട ആ ഒരു വൈറ്റായാലും ബ്ലാക്ക് ആയാലും ഒക്കെ തന്നെ ഇങ്ങനെ ഒരു മണ്ണൊക്കെ പറ്റി പിടിച്ച് നിൽക്കുമല്ലോ. അതൊക്കെ അതിൻ്റെ അടിയിട്ട് ചളിയും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആവും കേട്ടോ ഇതിൽ കഴുകുമ്പോൾ. മൂന്ന് ഓപ്ഷൻ ഒന്ന് കാണിച്ചാണേ. ഇതേതാ ഓപ്ഷന്? ഇതൊന്ന്, ഇത് 2 നല്ല ശക്തമായതല്ലേ? ശക്തമായത് അതാണ്. ശക്തമായത് ഇത് തറയിലെ ചളിയൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്യുന്ന. അപ്പോൾ ഈ തറ കണ്ടില്ലേ, നല്ല മണ്ണ് തെറിച്ചിട്ടേ ഫുള്ള് മുറ്റത്ത് മണ്ണായതുകൊണ്ട് തന്നെ നല്ലോണം തെറിച്ചിട്ട് തറമ്മൊക്കെ അയക്കണേ. അതൊക്കെ ഇതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് സിമ്പിളാകുമ്പോൾ പെട്ടെന്ന് പരിപാടി കണ്ടില്ലേ. നല്ല ആദ്യത്തെ ആ പെയിൻറ്റിൻ്റെ ശരിക്കുള്ള കളറ് വരുന്നത് മണ്ണൊക്കെ നീങ്ങിപ്പോയിട്ട് ഇതങ്ങനെ ആളുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഒന്നും കൂടി ഇതാക്കി കഴിഞ്ഞാൽ ആ ഭാഗമൊക്കെ ക്ലിയർ ആകും. അപ്പോൾ ജസ്റ്റ് ഫ്രണ്ട് ഒന്ന് ഇതാക്കാൻ വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇതെടുത്തത്, ഫ്രണ്ടിലെ ഈ ഒരു തറ കഴുകാൻ ഇതിനൊക്കെ. അപ്പോൾ നമ്മുടെ സാധാ പെയിൻ്റ് അടിച്ച തറയാണ് ഈ ഭാഗത്ത് സൈഡിലുള്ളത്. ഈ ഒരു സൈഡത്തെ ഒരു ഓപ്ഷൻ അത് നല്ല ശക്തമായുള്ള ആ സംഭവം തന്നെ എടുത്തിട്ട് ചെയ്യേണ്ടത് കണ്ട് ഇതെല്ലാം നല്ല ക്ലിയർ ആക്കി വരുന്നുണ്ട്. ഇതൊരു വീട്ടിലുണ്ടാണ് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഞാൻ ഇപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെയ്യണ കാണുമ്പോൾ ഞാൻ അങ്ങനെ ഉപ്പാനോട് പറയും, എനിക്ക് വാങ്ങിക്കൊണ്ട്. അങ്ങനെ ഉപ്പ കോയമ്പത്തൂർ പോയപ്പോൾ എനിക്കൊന്ന് കൊണ്ടുവന്ന് തന്നു. അപ്പോൾ നമ്മൾ ഈ ചെടികളിൽ കണ്ടില്ല, ഇത് ഇങ്ങനെ പറ്റി പിടിച്ച് മണ്ണിങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുകയാണ് മണ്ണൊക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിനുള്ള ഓപ്ഷൻ നമുക്ക് നോക്കാം. അതായത് നല്ല ശക്തമായത് നമ്മളെ ചെടീൻ്റെ ഇല കീറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ ചെടീൻ്റെ ഇലകളൊക്കെ നല്ല ക്ലിയർ ആവും, വേണം കീറും ചെയ്യരുത്. അപ്പോൾ വെള്ളം അവിടെ ശരിക്കും പൈപ്പ് ഇട്ട് കൊടുക്കേണ്ടത്. ജസ്റ്റ് നമ്മൾ ബക്കറ്റിൽ വെള്ളം എടുത്താണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളെ വീടിൻ്റെ ആ ഭാഗം കഴുകിയ ഭാഗം കണ്ട് നല്ല കളറായിട്ട് നിൽക്കുന്നുണ്ട്, ബാക്കി കഴുകാത്ത ഭാഗം ഇതുപോലെ. അപ്പോൾ നമ്മൾ ചെടീൻ്റെ ഇലകൾ കേട്ടോ, ഇതൊക്കെ മണ്ണാണ് ഇതിമ്മൽ. ഈ മണ്ണിലകളൊക്കെ നമുക്കൊന്ന് ക്ലിയർ ആക്കാം. അപ്പോൾ അതിന് വേണ്ടി അതിൻ്റേതായിട്ടുള്ള 2-3 ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഏറ്റവും അധികം നല്ല ശക്തമല്ലാത്ത എന്ന് കരുതിയിട്ട് ഒരു ക്ലിയർ ആവും വേണം, ഒരു പുക പോലുള്ള സംഭവം ഉണ്ട്. അതാണ് ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ നമ്മുടെ ചെടീൻ്റെ ഇലകളൊക്കെ ഒന്ന് ക്ലീനായി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി നല്ല ഇതെന്ന് വെച്ചാൽ എന്താ നമ്മൾ ഷവർ പോലെ ആയിരിക്കും ഇത്. ഷവറിട്ട് കുളിക്കണ പോലെ അധികം സ്പീഡ് ഉണ്ടാവില്ല, ശക്തമല്ല, എന്നാലായിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും, എന്നാൽ എല്ലായിടത്തും വെള്ളം കിട്ടും ആ രീതിയിൽ. അപ്പോൾ നമ്മൾ ചെടിച്ചട്ടിമേലൊക്കെ നല്ലോണം മണ്ണ് വറ്റി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇതുകൊണ്ട് ആക്കുമ്പോൾ തന്നെ നല്ല ക്ലിയറായി വരുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ജസ്റ്റ് ഒരു ഭാഗം ഒന്നും ഇങ്ങനെ ചെയ്യണുള്ളൂ. ഇതേപോലെ സിമെൻറ്റിൻ്റെ ചട്ടിമേൽ, മറ്റേത് മണ്ണിൻ്റെ ചട്ടിയായിരുന്നു.
സിമെൻറ്റിൻ്റെ ചട്ടിമേൽ നമ്മൾ ഇതുപോലെ തന്നെ ഇത് ചെയ്യാണ്. ടൈൽസിൻ്റെ ഏത് ഇടകളും എവിടെയും പറ്റി പിടിച്ചിരിക്കുന്ന ചളികളും എല്ലാം ക്ലിയറാക്കി വരും കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ വൈറ്റ് ടൈൽസാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതിന്മേലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മണ്ണിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലിയറാക്കി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നല്ല തറ നല്ല വൃത്തിയായിട്ട് നമ്മളെ ഇനിയിപ്പോൾ താഴെ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ ഇങ്ങനെ പറിക്കാതെ വെച്ചിട്ടാണ്. ശരിക്കും മണ്ണ് തെറിച്ചിട്ട് മണ്ണിങ്ങനെ തെറിക്കും എപ്പോഴും, കാരണം നേരിട്ട് സൺസൈഡിൽ നിന്ന് വീഴുന്ന വെള്ളം നേരെ നമ്മളെ കർമ്മക്കാണ് വരും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് ഇതാണ് സംഭവം. കണ്ടില്ലേ, ഞാനിത് ഒന്ന് പതുക്കെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ല ശക്തമായതായിരിക്കും. നല്ല നീളത്തിലാണ് പോട്ടാ, കണ്ടില്ല, നല്ല കനൊന്നുമില്ല, തീരെ സിമ്പിളാണ്. ആർക്കും യൂസ് ചെയ്യാം, നമുക്കൊക്കെ യൂസ് ചെയ്യട്ടെ, ഒരാണിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല. അപ്പോൾ ഏത് ക്ലിയർ നല്ല ചളിയും ഇതൊക്കെ എവിടെ പറ്റി പിടിച്ച് ഇൻ്റർലോക്ക് ആയാലും ഇതൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മളെ വീട്ടിലുണ്ട്, നല്ല സുഖമാണ്. അപ്പോൾ 2-3 ഓപ്ഷൻ ഞാൻ പറഞ്ഞല്ലോ. ഒന്നൊരു നല്ല പുക പോലെ നിൽക്കുന്നതാണ്, ഒന്ന് നല്ല ശക്തമായതാണ്, ഒന്നൊരു പരന്നുകൊണ്ട് നിൽക്കുന്ന കേട്ടോ. ഇത് ശക്തമായതല്ല കേട്ടോ, ഇതിങ്ങനെ ഒരു പുക പോലെ അങ്ങനെ പോകും, എല്ലാം ഒന്ന് ക്ലിയർ ആക്കുക എന്നുള്ള ലക്ഷ്യത്തിലുള്ള ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. എനിക്ക് ഏതായാലും യൂസ്ഫുള്ളായ ഒരു സംഭവമാണ്. അപ്പാനോട് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞത് എനിക്ക് യൂസ്ഫുള്ളായി. വണ്ടി കഴുകാനും മുറ്റം കഴുകാനും ചെടികൾ കഴുകാനും തറകൾ കഴുകാനും വീടിൻ്റെ അകം കഴുകാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെരുപ്പ് വരെ കഴുകാൻ മടിയുള്ളവർക്ക് ചെരുപ്പിൻ്റെ അടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ നല്ല ക്ലിയർ ആവും കേട്ടോ. മണ്ണ് തെറിച്ചാണ് ഈ ചട്ടിയിലൊക്കെ. മഴ ആയതുകൊണ്ട് ഇവരെ കഴുകിയിട്ട് കാര്യമില്ല വിചാരിച്ചിട്ട് വല്ലപ്പോഴൊക്കെ ഒന്ന് കഴുകും അങ്ങനെയാണ്. പക്ഷേ ഇത് മുറ്റത്തുനിന്നല്ല വെച്ചത്, അതുകൊണ്ട് മണ്ണ് നന്നായിട്ട് തെറിച്ചിട്ടുണ്ട് മണ്ണ്. അതുകൊണ്ട് ചട്ടിയൊക്കെ ആകെ ഇത് പെയിൻ്റൊന്നും ചെയ്യാത്ത സാധാരണ വാർത്ത ചട്ടിയാണ് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, ഈ ചെടിച്ചട്ടിൻ്റെ കല്ലുകൾ ഒക്കെ നമുക്ക് കഴുകാം. മാർബിള്, നിലം, ഏത് സ്ഥലം വേണമെങ്കിലും ഏതിനും ശക്തമായത് വേണമെങ്കിൽ അതുണ്ട്, മറ്റേ ചെറുതാണെങ്കിൽ അതുണ്ട്, എല്ലാത്തിനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും നമ്മുടെ തറയുടെ മറ്റേ ഭാഗത്തുള്ള തറ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മറ്റേ ഭാഗത്തുള്ള തറയും തന്നെ മണ്ണ് വല്ലാതെ തെറിക്കണില്ല, എന്നാലും ഇവിടെ പോർച്ചിൻ്റെ ഭാഗം ഉണ്ടായതുകൊണ്ട് വല്ലാതെ തെറിക്കില്ല, എന്നാലും ജസ്റ്റ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പോകും കേട്ടോ. അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഇതാണ് ഇന്നത്തെ നമ്മുടെ വീട്ടിലത്തെ ജോലി. അപ്പോൾ പലരും ഹോം ടൂർ ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിച്ചിരുന്നു. ഹോം ടൂർ വെച്ചാൽ നമ്മളെ മുറ്റൊന്നും റെഡിയാക്കിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഞാൻ ഒരു ദിവസം വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മൂല കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇത് ടൈൽസ് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുണ്ട്, അസർബയുടെ ടൈൽസാണ്. ഇതിൻ്റെ മൂലക്കലൊക്കെ ആയിട്ട് വരുന്ന ചളികൾ പൊടികൾ അതെല്ലാം നല്ല ക്ലിയറാക്കി നമുക്ക് എടുക്കാൻ കഴിയും കേട്ടോ. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ ഏത് ചളിയുള്ള മുക്കും മൂലയും എല്ലാം ക്ലിയർ ആവും. നമ്മളെ മാർബിൾ എന്ന് പറഞ്ഞാൽ അത്രക്ക് മഴ കൊണ്ട് ആകപ്പാടെ കേട് വന്ന് കിടക്കട്ടെ. മേലെ ഷീറ്റൊന്നും ഇട്ടിട്ടുമില്ല. മാർബിളിൻ്റെ കളർ ഉണ്ടില്ല, ആകപ്പാടൊരു ഈ മൂച്ചിൻ്റെ ഇലയൊക്കെ വീണിട്ട് ആ വൈറ്റ് കളറൊക്കെ പോയി ഒരു നല്ല ഉരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലിയർ ആവും. പക്ഷേ ജസ്റ്റ് നമ്മൾ ഈ ഒരു സംഭവം കൊണ്ട് തന്നെ അങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ല ക്ലിയർ ആവും കേട്ടോ. നല്ല ഒരു ഏകദേശം കുറച്ച് 10-12 വർഷത്തൊക്കെ പഴക്കമുള്ളതാണ് ഈ ഒരു സംഭവം. അപ്പോൾ നമ്മൾ ചെരുപ്പിൻ്റെ അടി ഒന്ന് ക്ലീൻ ചെയ്യും, ചെരുപ്പൊന്ന് ക്ലീൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടാ. ഒരു പഴയ ചെരുപ്പ് എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഉരക്കാനൊക്കെ മടുന്നതൊക്കെ നല്ല സുഖമാണ്. അതേപോലെ ഈ മാർബിളിൻ്റെ ഈ മൂല കാര്യങ്ങളൊക്കെ നമ്മൾ തുടച്ചാലും ഇതൊക്കെ വൃത്തി ഉണ്ടാവും. പക്ഷെ മഴയൊക്കെ പെയ്ത് മണ്ണ് തെറിക്കുമ്പോൾ നമുക്ക് കണ്ട് കഴിയുമല്ലോ എന്നും ഇതിങ്ങനെ. അപ്പോൾ ഈ മൂലൊക്കെ നല്ല നന്നായിട്ട് ക്ലിയർ ആക്കാൻ നമുക്ക് ഇതുകൊണ്ട് കഴിയുന്നുണ്ട് കേട്ടോ. അതുപോലെ ചെരുപ്പ് കഴുകാൻ എന്തും പറ്റും, എന്തും കഴുകാൻ പറ്റും. വണ്ടി, മുറ്റം, വാഹനം, വീട്, വാഹനം, വണ്ടി ഒന്നാണല്ലേ, എല്ലാം അതൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴുകട്ടെ. അപ്പോൾ ഈ മാർബിൾ നമ്മൾ കഴുകുകയാണ്. മാർബിളിന് മുക്കിലും മൂലയിലൊക്കെ പറ്റി പിടിച്ച് വെക്കുന്നത്, പറ്റി പിടിച്ചല്ല അതിങ്ങനെ മണ്ണ് നിർത്തിയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നല്ല ക്ലിയറാക്കി നമുക്ക് എടുക്കാം. പഴയൊരു ചെരുപ്പ് കേട്ടോ, ഈ പഴയൊരു ചെരുപ്പാണ്. നോക്കി, അതിൻ്റെ ആ ഒരു കരിമ്പനടിച്ച ഭാഗം ഉണ്ടാവുമല്ലോ, പുറത്ത് യൂസ് ചെയ്യുന്ന ഒരു ചെരുപ്പ് വരുന്നത്, അത് വരെ നല്ല വെളുത്ത് വന്നു.
അപ്പോൾ നമ്മുടെ വീടിൻ്റെ തറയൊക്കെ കണ്ടില്ലേ, ഏകദേശം നല്ല വൃത്തിയായി വന്നിട്ടോ. ചെടികളൊക്കെ സിമ്പിളായ രീതിയിൽ ഇങ്ങനെ ചെടികളുടെ ഇലമത്തെ അതൊക്കെ മണ്ണൊക്കെ പോയിട്ടുണ്ട്, അതുപോലായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇൻഷാല്ല തീർച്ചയായും ഞാൻ ഒരു ഹോം ടൂറൊക്കെ ആയിട്ട് വരും കേട്ടോ. പലരും ആരൊക്കെ ചോദിക്കുന്നുണ്ട് ഹോം ടൂർ വിടുമോയെന്നൊക്കെ. കാണാൻ മാത്രമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ വീടിൻ്റെ അതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്, വയറ്, ആ മെഷീന്, പിന്നെ ഒരു ബക്കറ്റ്, അതൊക്കെ ഇതിന് വേണം. എന്നാലും നമ്മൾ വിചാരിച്ചതിനേക്കാൾ രീതിയിൽ നല്ല ക്ലിയറാക്കി നമ്മളെ വീടിൻ്റെ മുകളിൽ ഇവിടെ പെയിൻറ്റിങ്ങിന് മേൽഭാഗത്തൊക്കെ ക്ലീൻ ചെയ്യാൻ അവരതായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമ്മളെ വീടിൻ്റെ മുകളിലേക്ക് എപ്പോഴും ഇല വീണുകൊണ്ടേ നിൽക്കും, മൂച്ചിൻ്റെ ഇല, മാവിൻ്റെ ഇല, അപ്പോഴൊക്കെ ഇങ്ങനെ കറ പിടിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അതൊക്കെ എല്ലാം പെട്ടെന്ന് നല്ല ക്ലിയർ ആക്കാനൊക്കെ പറ്റുന്നൊരു മെഷീനാണിത്. എന്തൊക്കെ തന്നെയാലും നിങ്ങളൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും, നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ. എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മലപ്പുറം മുത്തിൻ്റെ ഒരുവിധം വ്ളോഗും കാര്യങ്ങളും ടിപ്സുകളൊക്കെ ഈ ഒരു ഇതിൽ ഇനി വരും കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മുടെ പ്ലാന്റിനൊന്നും ഒരു കേടും പറ്റാത്ത പ്ലാന്റ്സിലെ മണ്ണും ഇതൊക്കെ ലീഫിലെ മണ്ണൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്തൊരു ചെയ്യണം കേട്ടോ, ലൈക്ക് കമൻറ്റ് മറക്കല്ലേ. വ്ളോഗും കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ വരും കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.